പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. പ്രിയ വൈദിക സഹോദരന്മാരെ, ഇന്ന് കൊഹനെ ഞായറാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 15ാമത്തെ എപ്പിസോഡ് നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടെ സമാരംഭിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിന്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരഹിതം നിറവേറ്റുവാനും നിന്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ച് വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപട നാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുന്നു. മൂന്ന് നോയമ്പ് വീടിയ ശേഷമുള്ള 2 ഞായറാഴ്ച മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മയാണ് സഭ ആചരിക്കുക. അത് വലിയ നോയമ്പിനുള്ള ഒരുക്കമാണ്. എന്തുകൊണ്ടാണ് മരണത്തിൻ്റെ ചിന്തയോടുകൂടി നമ്മൾ വലിയ നോയമ്പ് ആരംഭിക്കുക? ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ മരണത്തോട് അതിനെ ചേർത്ത് വെക്കണം. നല്ല വെയിലുള്ള സന്ദർഭത്തിൽ ഒരാൾ വെയിലത്തൂടെ നടന്നാൽ അയാളുടെ നിഴൽ കൂടെ പരുന്നത് പോലെ നമ്മുടെ ജീവനോടൊപ്പം മരണവും കൂടെ നടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 1 വർഷം മുമ്പ് ആരംഭിച്ച കോവിഡ് മുഖാന്തരം എത്ര പേര് ലോകത്തിൽ മരിച്ചു എന്ന് ഇന്നലെ ഞാൻ കണക്ക് നോക്കുകയുണ്ടായി. ഔദ്യോഗികമായ കണക്കനുസരിച്ച് ഏതാണ്ട് 22.5 ലക്ഷം മനുഷ്യര് ഭൂലോകത്ത് മരിച്ചു. എന്നാൽ ഏറ്റവും വലിയ രാജ്യങ്ങളായ ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ശരിയായ കണക്ക് കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. അതുകൊണ്ട് 22.5 ലക്ഷത്തിന് ചിലപ്പോൾ നേരെ ഇരട്ടിയായിരിക്കും യഥാർത്ഥ സംഖ്യ. നാം ഓർക്കേണ്ടത്, കഴിഞ്ഞ വർഷം നമ്മളോടൊത്ത് ഈ ഭൂമുഖത്തുണ്ടായിരുന്ന കുറഞ്ഞ പക്ഷം, ഏറ്റവും കുറഞ്ഞ സംഖ്യ പറയാണ്, 30 ലക്ഷം പേര് ഇപ്പോഴില്ല. മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 24-25 അധ്യായങ്ങൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗമാകട്ടെ ഒരു വലിയ ചോദ്യത്തോടു കൂടിയാണ് യേശു ആരംഭിക്കുക. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് തക്ക സമയത്ത് ഭക്ഷണം നൽകുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്?
ഒരു ചോദ്യത്തോടുകൂടി ആരംഭിക്കുമ്പോൾ ഒരു ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ദൂലോസ്, ഗ്രീക്ക് ഭാഷയിലെ ദൂലോസ് ഭൃത്യൻ അല്ലെങ്കിൽ ദാസനാണ്. എന്നാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജോലി നോക്കുമ്പോൾ ഹീനമായ ജോലി ചെയ്തിരുന്ന ദൂലോസിൻ്റെ കർമ്മങ്ങളല്ല അല്ലെങ്കിൽ കർത്തവ്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യസ്ഥൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ഇവിടെ ഒരു പ്രധാനിയായ കാര്യസ്ഥൻ യജമാനന്റെ അഭാവത്തിൽ സ്വന്തം വീട്ടിൽ, ഒരു ചെറിയ വീടൊന്നുമല്ല, ഒരു വലിയ പ്രഭുവിൻ്റെ വീട് സങ്കല്പിക്കുക. അവിടെ നൂറുകണക്കിന് ജോലിക്കാരുണ്ടാകും. ഈ ജോലിക്കാർക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും കൂലി കൊടുക്കണം. അന്ന് കൂടുതലും പണമായിട്ടല്ല, ഭക്ഷണ സാധനങ്ങളായിട്ടാണ് കൊടുത്തിരുന്നത്. അതിനാൽ ഓരോരുത്തരുടെയും ജോലിക്കനുസരിച്ച് കൃത്യസമയത്ത് അപ്പോയിന്റഡ് ടൈം കൂലി കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു ഇത്. വിശ്വസ്തൻ വിവേകി, പീസ്റ്റോസ് കായി ഫ്രോണിമോസ്. പീസ്റ്റോസ് വിശ്വസ്തൻ, ശരി. ഫ്രോണിമോസ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടുത്തെ പ്രത്യേകമായ അർത്ഥം വിവേകി എന്നുള്ളതാണ്. ബുദ്ധി ഉള്ളവൻ വിവേകം കാണിക്കണം നിർബന്ധമില്ല. തൻ്റെ ബുദ്ധി തക്ക സമയത്ത് പ്രയോഗിക്കുന്ന ഒരാളാണ് വിവേകി. അതിനാൽ യജമാനൻ വിവേകിയായ വിശ്വസ്തനായ ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്, അല്ലെ എന്താണ് ചെയ്യുക? യജമാനൻ താമസിയാതെ വരുമെന്ന് അവൻ വിശ്വസിക്കും. അത് കാരണത്താൽ അവൻ യജമാനനെ അനുസരിക്കാൻ തയ്യാറാവും. കൃത്യ സമയത്തും കൃത്യ അളവിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. യജമാനൻ ഏൽപ്പിച്ചിട്ട് പോയ കടമയോട് വിശ്വസ്തത കാണിക്കുന്നു. യജമാനൻ എപ്പോൾ വരുമോ അപ്പോൾ വരെ അയാൾ ക്ഷമയോടെ കാത്തിരിക്കും. ഈ ക്രിസ്തീയമായ വിശ്വാസത്തിൽ ക്ഷമയും ഉണ്ട്, അക്ഷമയുമുണ്ട്. ചില ചിന്തകർ പറയുന്നു ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ഫെയ്ത്ത് ഓൺ ടിപ് ടോ എന്ന് പറഞ്ഞാൽ പെരുവിരലിൽ കുത്തി നിന്ന് നമുക്ക് കാണാൻ പ്രയാസമുള്ള ദൂരെയുള്ള കാഴ്ചകൾ നമ്മൾ സ്വല്പം ഉയർന്നു നിന്ന് ഇങ്ങനെ കണ്ണിന് മുകളിൽ കൈ പിടിച്ചുകൊണ്ട് നോക്കാറുണ്ട്. അതാണ് ഫെയ്ത്ത് ഓൺ ടിപ് ടോ എന്ന് പറയുന്നത്. യജമാനൻ എപ്പോൾ വരും എന്നുള്ള ആകാംക്ഷയിൽ അവന് സ്വല്പം അക്ഷമയുമുണ്ട്. യജമാനന്റെ വീട്ടിൽ അടുക്കും ചിട്ടയുമുണ്ട്, വൃത്തിയും അതുപോലെ വേലക്കാരുടെ ഇടയിൽ ഐക്യവുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ യേശു വിളിക്കുന്നത് മക്കാരിയോസ് എന്ന പദം കൊണ്ടാണ്. ബ്ലസ്സഡ് ഈസ് ഹി. നമുക്കറിയാം അഷ്ടസൗഭാഗ്യങ്ങളിലെ എല്ലാ സൗഭാഗ്യവും മക്കാരിയോസ് അല്ലെ മക്കാരിയോയി പ്ലൂറലിൽ ആണ് ആരംഭിക്കുക. ഇവൻ എന്തുകൊണ്ടാണ് ഭാഗ്യവാനായത്? യജമാനൻ തിരികെ എത്തുമ്പോൾ അവൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ മേലധികാരിയായിട്ട് അവനെ നിയമിക്കും എന്നുള്ളതാണ്. അതിനാൽ ഇവിടെ റിവാർഡ്, പ്രതിഫലം വെറുതെ ഇരിക്കാനുള്ള ഒരു സംഗതിയല്ല. പലപ്പോഴും നിത്യജീവൻ നിത്യവിശ്രമമാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞു പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ ബൈബിളിൽ ചില പരാമർശങ്ങളുണ്ട്. വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക, ഈ ഭൂമിയിലെ അല്ലലും അലച്ചിലും കണ്ണുനീരും രോഗവും വേദനയും ഒന്നുമില്ലാതെ നിത്യമായി വിശ്രമിക്കാൻ സാധിക്കുക.
നമ്മുടെ പ്രാർത്ഥനകളിലും നിത്യവിശ്രമത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. എന്നാൽ ഇവിടെ വിശ്രമിക്കുകയല്ല, കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി, കൂടുതലായിട്ടുള്ള ചുമതലകൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം, സ്ലീഹന്മാരുടെ പ്രതിഫലം എന്താണ്? മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ സിംഹാസനസ്ഥനാവും വിധിക്കായി. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനെ സ്നേഹിച്ച, കർത്താവിനെ പിൻഗമിച്ച ശിഷ്യന്മാർ 12 സിംഹാസനങ്ങളിരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിക്കും. അവർക്ക് അവിടെ വിശ്രമമല്ല, കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് യജമാനൻ കൊടുക്കുക. ദുഷ്ടനായ ഭൃത്യനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദുഷ്ടനായ ഭൃത്യൻ സ്വയം പറയുന്നു, എൻ്റെ യജമാനൻ അടുത്തെങ്ങും വരില്ല, ഒരുപക്ഷെ ഒരിക്കലും വരാൻ പോകുന്നില്ല, അവന് ഒരു പോക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പുറപ്പാടിൻ്റെ 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ മോശ 40 ദിവസവും 40 രാവും സീനായി മലയിൽ ദൈവത്തോടുള്ള സംഭാഷണത്തിലായിരുന്നു. ദീർഘമായ ഉപവാസം, പ്രാർത്ഥന. ജനം താഴ്വരയിൽ അവനെ കാത്തിരുന്നു, പക്ഷെ അവൻ വരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ജനം എന്താണ് അഹ്റോനോട് പറയുക? ഞങ്ങളെ ഇതുവരെ നയിച്ചുകൊണ്ട് വന്ന മോശ എവിടെ പോയി? അവൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങളെ നയിക്കാൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരിക. പുറപ്പാട് പുസ്തകം 32:1. ഇത് അതിൽ തന്നെ ഒരു വിരോധാഭാസമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിനിധിയായ മോശയ്ക്ക് പകരം വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഇസ്രായേൽക്കാരുടെ ആവശ്യം. ബലഹീനനായ അഹ്റോൻ അവനെ വഴിപ്പെട്ട് സ്വർണം കൊണ്ട് കാനാൻ നാട്ടിൽ ഒരു വിഗ്രഹമായിരുന്ന, അല്ലെങ്കിൽ ദൈവമായി ആരാധിക്കപ്പെട്ടിരുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. ബാക്കി സ്റ്റോറി നമ്മൾ വിടുകയാണ്. പക്ഷേ നേതൃത്വത്തിൽ ഉള്ള ആൾക്കാർ, അവരുടെ കാലവിളംബം, അവര് കുറെ നാൾ അങ്ങ് അപ്രത്യക്ഷമാകും. അവരെ കാണാതാവുമ്പോൾ ജനം പരിഭ്രാന്തിയിലാകും. അപ്പോൾ അവിടെ ആകപ്പാടെ ഡിസോർഡർ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് ഈ സംഭവത്തിൽ നമ്മൾ വായിച്ചത്. യജമാനന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ കടമകൾ അവഗണിച്ചു. അവൻ സഹഭൃത്യന്മാരെ മർദ്ദിച്ചു. മദ്യപാനികളോടുകൂടി തിന്നാനും കുടിക്കാനും ആരംഭിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, യജമാനനോടുള്ള കടമ അവഗണിച്ചു, സഹഭൃത്യന്മാരോടുള്ള കടമ അവഗണിച്ചു, സ്വന്തം സ്റ്റേറ്റസ്, അവനൊരു നിലയും വിലയും ഉണ്ട്, അത് മറന്ന് അവൻ ഒരു മദ്യപാനിയായിട്ട് മാറി. അവൻ്റെ കമ്പനിയിൽ നമുക്കറിയാം അവനാരാണ്. ഈ ത്രിവിധമായ കടമകളിൽ അലംഭാവം കാണിച്ച ഈ ഭൃത്യന് എന്താണ് ലഭിക്കാൻ പോകുന്നത്? യജമാനൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും. ഇത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പലയിടത്തും വരുന്ന ഒരു പ്രയോഗമാണ്. പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും അവനെന്ത് ചെയ്യും? യജമാനൻ വന്ന് he will cut him in 2 pieces. അങ്ങനെ മലയാള ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഗ്രീക്ക് ബൈബിൾ അങ്ങനെയാണ്. ദിഹോ ടൊമേസൈ, ദിഹോ എന്ന് പറഞ്ഞാൽ 2, തോമയോ എന്ന് പറഞ്ഞാൽ ടു കട്ട്.
സോ യജമാനൻ അവനെ 2 കഷ്ണമായി വെട്ടിനുറുക്കും എന്നാണ്, അല്ലെങ്കിൽ കട്ട് ഇൻ ടു പീസസ്. ഇവിടെ ആരും ഇതിനെ ഒരു അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നില്ല എന്നുള്ള വാസ്തവമാണ്. കാരണം ഈ വെട്ടിഞ്ഞുറുക്കിയ ആളുടെ പ്രതിഫലം ഹിപ്പോക്രിറ്റ്സ്, പൊയ്മുഖധാരി എന്നാണ് എൻ്റെ അർത്ഥം. ഹിപ്പോക്രിറ്റ്, അവൻ്റെ പുറത്തോട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒന്ന്, അകത്തുള്ളത് വേറൊന്ന്. അവനെ പൊയ്മുഖം ധരിച്ച് നടക്കുവാണ്. ഈ പൊയ്മുഖധാരികളോടുകൂടിയായിരിക്കും അവൻ്റെ പ്രതിഫലം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം മൊത്തം യേശു പരീശന്മാർക്കെതിരായിട്ട് പറയുന്ന ശാപവാക്കുകളാണ്. അങ്ങനെ അനേകം ശാപവാക്കുകൾ അവർക്കെതിരായി യേശു ഉച്ചരിക്കുന്നതോടൊപ്പം പറയുന്നു. ഒരു സമയത്ത് പറയുന്നു 23:15, ഈ പ്രീശന്മാരെ ലോകമെങ്ങും സമുദ്രമെല്ലാം താണ്ടി ഒരാളെ വിശ്വാസിയാക്കുന്നു. ഈ വിശ്വാസിയായവന് അവസാനം അവരെ പോലെ തന്നെ എന്താണ് അവർക്ക് പറ്റുക? നരകസന്തതിയായിട്ട് മാറും. പ്രീശന്മാരെ വിളിക്കുന്നത് നരക സന്തതികളെന്നാണ്. ഇവിടെ വിലാപവും പല്ലുകടിയും, അതും എല്ലാ സുവിശേഷങ്ങളിലും വരുന്ന ഒരു പ്രത്യേക പ്രയോഗമാണ്. നിത്യവിധിയുടെ സമയത്ത് ഒരാൾ ദൈവത്തിൽ നിന്ന് നിത്യമായി വെട്ടി അകറ്റപ്പെടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികമായ കൊടിയ വേദനയാണ് ഇവിടെ വിലാപവും പല്ലുകടിയും എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ ചിന്ത, ഇതാരെക്കുറിച്ചാണ് യേശു പറയുന്നത്? യേശു പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഇത് ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? ഞങ്ങളെക്കുറിച്ചാണോ ഈ ജനക്കൂട്ടത്തെക്കുറിച്ചാണോ? ഉദാഹരണം, ലൂക്കായുടെ സുവിശേഷം 12:41, കർത്താവെ, നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും അവരുടെ കടമകളുണ്ട്, ചെറുതോ വലുതുമായിട്ടുള്ള കടമകൾ. അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരളവിൽ നമുക്ക് പറയാം, എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ് കർത്താവ് ഉപമ പറഞ്ഞത്. എന്നാൽ ഒരു പ്രത്യേകമായ അർത്ഥത്തിൽ തൻ്റെ ഭവനത്തിൽ ഉള്ളവർക്ക് നടത്തുന്ന ശുശ്രൂഷയാണ് ഇത്. ആരെക്കുറിച്ചാണ് ഈ ഭവനം എന്ന് പറയുന്നത്? എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ദാസനായ മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. അവിടെ ദൈവഭവനം എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിൻ്റെ കാര്യമല്ല, ഇസ്രായേൽ സമൂഹത്തിൻ്റെ കാര്യമാണ്. അതുപോലെ കർത്താവായ യേശു മിശിഹായും കർത്താവിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. പക്ഷേ മോശയും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം, മോശ ഭൃത്യനെ പോലെയായിരുന്നു, എന്നാൽ യേശുവാകട്ടെ മകനെ പോലെയായിരുന്നു, പുത്രനെ പോലെയായിരുന്നു. ക്രിസ്തു പിതാവിനോട് വിശ്വസ്തനായിട്ട് ജീവിച്ചു. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കൊരിന്ത്യരുമായിട്ട് പൗലോസ് വളരെ നല്ല ബന്ധത്തിലായിരുന്നു. എന്നാൽ ചില വേദഭാഗങ്ങളിൽ കൊരിന്ത്യരുമായിട്ട് മല്ലുപിടിക്കുന്ന പൗലോസിനെ നമ്മൾ കാണും. അവരുടെ ഇടയിലുണ്ടായ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താനായിട്ട് പൗലോസ് ശ്രമിക്കുന്നു.
പൗലോസിന്റെ അപ്പസ്തോലത്വം തന്നെ അവര് ചോദ്യചിഹ്നമായിട്ടിട്ടു. ഇവൻ നമ്മുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കുന്നത് ശരിയായ ഉദ്ദേശത്തോടു കൂടിയാണോ, അതോ കാശിന് വേണ്ടിയാണോ, സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചില മനുഷ്യരെങ്കിലും കോറിന്തോസിൽ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥരുമായിട്ട് വേണം ഞങ്ങളെ നിങ്ങൾ പരിഗണിക്കാൻ. കാര്യസ്ഥർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ നിയമത്തില് ഇത് കൊഹന ഞായറാണ്. ആരാണ് ഒരു കഹന അല്ലെങ്കിൽ കൊഹനോ? ക്രിസ്തുവിൻ്റെ ദാസൻ, ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥൻ. അവൻ ക്രിസ്തുവിൻ്റെ ദാസനും ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥനുമാണെങ്കിൽ വിശ്വസ്തത കൂടിയേ തീരൂ. നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ക്രൈസ്തവമായ സഭാ സമൂഹത്തിലേക്ക് വരുമ്പോൾ സ്വന്തം ഭവനത്തിലുള്ളവർക്ക് അപ്പം മുറിച്ചു കൊടുക്കുന്ന ഉദ്യോഗം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുക? തീർച്ചയായിട്ടും വൈദികരെയാണ് പ്രധാനമായി. എന്താണ് ഈ അപ്പം? വചനമാകുന്ന അപ്പം, കുർബാനയാകുന്ന അപ്പം. ഈ രണ്ടപ്പവും യഥാസമയം തൻ്റെ മക്കൾക്ക് മുറിച്ചു നൽകുവാൻ ഒരു ആചാര്യൻ കടപ്പെട്ടിരുന്നു. മാതാപിതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് അമ്മയ്ക്കറിയാം ഏത് പ്രായത്തിലുള്ള കുഞ്ഞിന് എന്ത് ഭക്ഷണം നൽകണം എന്ന്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് മാത്രമേ കൊടുക്കുകയുള്ളൂ. ബാല്യത്തിലുള്ള കുട്ടികൾക്ക് അമ്മ തന്നെ ഭക്ഷണം മുറിച്ച് അല്ലെങ്കിൽ വായിൽ കോരിക്കൊടുക്കും. കൗമാരപ്രായമാകുമ്പോൾ അവര് സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് തീരുമാനിക്കുക. അത് കാരണത്താൽ അമ്മയുടെ റോൾ കുറയുക. പ്രായമായവർക്ക് ഖരഭക്ഷണം കൊടുക്കും. അങ്ങനെ ഓരോ പ്രായത്തിലും ഉള്ള ആൾക്കാർ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു പുരോഹിതന് പ്രവർത്തിക്കാൻ സാധിക്കണം. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 25 മുതൽ 38 വരെ വാക്യങ്ങളിൽ എഫേസുസിലെ പൗലോസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ ദീർഘമായി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിലൊരു വാക്യം മാത്രം: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. 28-ാം വാക്യം. 28-ലും 31-ലും പൗലോസ് പറയുന്നു, ഈ ഇടയന്മാർക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേക ഗുണം ജാഗരൂകതയാണ്. കാരണം പൗലോസ് അപ്രത്യക്ഷനായി കഴിയുമ്പോൾ ഈ സമൂഹത്തിലേക്ക് ധാരാളം ചെന്നായ്ക്കൾ നുഴഞ്ഞു കയറുമെന്ന് പൗലോസിന് അറിയാമായി. ഈ ഭാവിയിലുണ്ടാകുന്ന അപകടം മണത്തറിഞ്ഞ പൗലോസ് എഫേസുസിലെ സഭയിലെ മൂപ്പന്മാരോട് പറയുന്നു, ഏത് സമയത്തും ചെന്നായ്ക്കൾ വരും, അതുകൊണ്ട് നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗരൂകതയോടെ കാവൽ നിൽക്കണം. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് മേൽനോട്ടം നിർവഹിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നാം കാണുന്നത്. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ മേൽനോട്ടം എന്ന് POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നു. മേൽനോട്ടമല്ല, ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 2:8 വെളിംപ്രദേശത്ത് ആടിന് കാവല് കിടന്നിരുന്ന ആട്ടിടയന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആഗ്രൂപ്നൂസിൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആഗ്രൂപ്നൂസിൻ എന്ന് പറഞ്ഞാൽ
ഉറക്കമില്ലാതെ രാത്രിയിൽ കാവലിരിക്കുന്ന പരിപാടിയാണ്. എപ്പിസ്കോപ്പയോ കാവല്, അതും ഒരു ഓവർസൈറ്റാണ്. ഫുലാസോ എന്ന വാക്ക് ടു ഗാഡ് എന്നർത്ഥമുണ്ട്, കീപ് വിജിൽ എന്നർത്ഥമുണ്ട്. ഗ്രെഗോറിയോ എന്ന വാക്ക് ഗ്രിഗോറിയോസ്, നമുക്കറിയാം വാക്കിൻ്റെ അർത്ഥം ജാഗ്രതയുള്ളവൻ എന്നാണ്, കാവലിരിക്കുന്നവൻ. അതിനാൽ അനേകം ഇതുപോലുള്ള വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ നിതാന്തമായ ജാഗ്രത പുലർത്തുന്ന ഒരിടയനെ കുറിച്ചാണ്. നമുക്ക് കോവിഡിൻ്റെ ഒരു വർഷം കടന്നു പോവുകയാണ്. കോവിഡിൻ്റെ കാലത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. ധാരാളം വിശ്രമ സമയം നമുക്ക് കിട്ടി. ഈ വിശ്രമ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അതിശയം വരികയാണ്. മനുഷ്യരുടെ വിശ്വാസങ്ങൾ തന്നെ മാറുന്നു, പതിവുകൾ മാറുന്നു. പള്ളിയോടും പട്ടക്കാരോടും ഉദാശകളോടുമുള്ള സമീപനത്തിൽ ഒക്കെ വ്യത്യാസം വരുന്നു. മനുഷ്യര് ബൈബിളോ അല്ലെങ്കിൽ മതാധികാരികളോ പറയുന്ന കാര്യങ്ങളെക്കാൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മനുഷ്യര് ചിന്ത കൊണ്ട് അകന്നു പോവുകയാണ്. നമ്മളറിയാതെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിൻസിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ധാരാളം മനുഷ്യർ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെയൊക്കെ കാലത്ത് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് ധാരാളം പേര് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാർ, സഭാവിശ്വാസികൾ തെറ്റിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് ഉറക്കമല്ല വേണ്ടത്, നിതാന്തമായ ജാഗ്രതയാണ്. കർത്താവ് പറഞ്ഞു, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം. അതുകൊണ്ട് ഈ കൊഹന ഞായറിൽ ഈ അവസാനത്തെ വാക്യം ഓർത്ത് നമുക്ക് കുറച്ചുകൂടി ജാഗ്രതയുള്ളവരായിരിക്കാം. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. വൈദികരെ പോലെ ഇത്രയധികം കരുണയുടെ, കൃപയുടെ രഹസ്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടത് വേറെ ആർക്കുണ്ട്? നമുക്ക് നമ്മുടെ മരിച്ചുപോയവരെ ഓർക്കാം. മരിച്ചുപോയ പട്ടക്കാരെ പ്രത്യേകമായി ഓർക്കാം. അവര് നമുക്ക് വിശ്വാസം പങ്കുവെച്ചു, വിശ്വാസത്തിൻ്റെ മാതൃകളായിരുന്നു. വചനം മുറിച്ചും അപ്പം മുറിച്ചും അവർ നമ്മളെ പരിപോഷിപ്പിച്ചു. നമ്മൾ തെറ്റിപ്പോയപ്പോൾ അവർ നമ്മളെ തിരുത്തി, ശാസനകൾ നൽകി. അവര് നമുക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു, ഉപവാസം അനുഷ്ഠിച്ചു, യാമപ്രാർത്ഥനകൾ ചൊല്ലി. ഇതെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതുകൊണ്ട് പുരോഹിതന്മാരെ നാം ഓർക്കുമ്പോൾ, മേൽപ്പട്ടക്കാരെയും ശമാശന്മാരെയും ഒക്കെ നാം ഓർക്കുമ്പോൾ, നമുക്ക് ആത്മീയ നേതൃത്വം നൽകിയവരെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അവരുടെ ജീവിതത്തിൻ്റെ ആകത്തുക നമ്മൾ കണക്കിലെടുത്ത് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ അവരെ നമുക്ക് അനുകരിക്കാം. എബ്രായ ലേഖനം 13-ന്റെ 17-ാം അധ്യായത്തിൽ പറയുന്നു, അവരെ അനുസരിക്കുകയും അവർക്ക് വിധേയപ്പെട്ടിരിക്കുകയും ചെയ്യാം. അനുസ്മരിക്കുക, അനുകരിക്കുക, അനുസരിക്കുക. അനു ചേർത്ത് 3 പദങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരേതരായ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും അവരുടെ ജീവിതത്തിൻ്റെ ആകത്തുക പരിഗണിച്ച് അവരെ അനുസ്മരിക്കുക, ഓർക്കുക.
അവരുടെ ജീവിതത്തിൻ്റെ മാതൃകകൾ സ്വീകരിച്ച് അവരെ അനുകരിക്കുക. അവർക്ക് അനുസരണയോടെ വിധേയപ്പെട്ട് അവർക്ക് ഹൃദയത്തിൽ വേദനയില്ലാതെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം സൗകര്യം ഒരുക്കുക. അതും അതിനകത്ത് പറയുന്നുണ്ട്, അവരുടെ മനസ്സിന് വേദന ഉണ്ടാകാത്ത രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക. അതിനാൽ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ കരുതുന്നതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും ഷമാശന്മാർക്കും വേണ്ടി ഈ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും.